നമസ്കാരം. ഇന്ന് നമ്മളൊരു ഗണിതയാത്രയിലാണ്. പ്രത്യേകിച്ച് 4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടി തന്നെ. അതെ, നമസ്കാരം. 4ാം ക്ലാസ്സിലെ ഗണിതത്തിലെ കൂടുന്ന കൂട്ടം എന്ന പാഠഭാഗമുണ്ടല്ലോ. ആ 4ാമത്തെ യൂണിറ്റ്. അതെ. അതിലെ ചില ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഒന്ന് വിശദമായി നോക്കുന്നത്. ചില എളുപ്പവഴികളും സൂത്രങ്ങളുമൊക്കെ പറയാം. ഗംഭീരം. കണക്ക് ചിലക്കോ ഒരു പേടിയൊക്കെ ഉണ്ടാക്കും. പക്ഷേ അതിന്റെ സൂത്രം പിടികിട്ടിയാൽ ഒരു കളിയാണല്ലേ? തീർച്ചയായും. കളിച്ചു തന്നെ പഠിക്കാം നമുക്ക്. അപ്പോ തുടങ്ങാം. ആദ്യത്തെ ചോദ്യം. അബുവിന്റെ കയ്യിൽ 3 കാർഡുകളുണ്ട്. 3 സംഖ്യകളാണ് ഓരോന്നിലും. ഓക്കേ. ഈ 3 കാർഡിലെയും സംഖ്യകൾ കൂട്ടിയാൽ 1100 കിട്ടും. അതില് ഒന്നാമത്തെ കാർഡ് 337, രണ്ടാമത്തേത് 445. ചോദ്യമിതാണ്, മൂന്നാമത്തെ കാർഡിലെ സംഖ്യ എത്ര? ശരി. അപ്പം നമുക്ക് ആകെ തുക അറിയാം, 1100. പിന്നെ 2 കാർഡിലെ സംഖ്യകളും അറിയാം. അതെ, 337ഉം 445ഉം. അപ്പോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ കിട്ടിയ 2 സംഖ്യകളില്ലേ, 337ഉം 445ഉം, അതങ്ങോട്ട് കൂട്ടുക. ഓക്കെ. 3 7 10, 0 ബാക്കി 1, 4 3 7 1 8, 4 3 7, 782. കറക്റ്റ്, 782. ഇപ്പോ 3 കാറും കൂടെ ചേർന്നാൽ 1100 ആണെന്ന് നമുക്കറിയാം. 2 ചേർന്നാൽ 782 ആണെന്നും കിട്ടി. അപ്പോ മൂന്നാമത്തെ കാർഡ് കിട്ടാൻ ആകെ തുകയിൽ നിന്ന് ഇത് കുറച്ചാൽ പോരെ? അതെ, 1100ൽ നിന്ന് 782 കുറയ്ക്കുക. 1100 മൈനസ് 782. 318. ശരിയാണ്, 318. അപ്പോ അബുവിന്റെ മൂന്നാമത്തെ കാർഡിലെ സംഖ്യ 318 ആണ്. കണ്ടോ, സിമ്പിളല്ലേ? കൊള്ളാം. ഇനി അടുത്തതൊരു രസികൻ ചോദ്യമാണ്. ഒരു ഞാനാരാണ് ടൈപ്പ്. ആ, കേൾക്കട്ടെ. ഞാനൊരു 4 അക്ക സംഖ്യ. എന്റെ 4 അക്കങ്ങളും ഒന്ന് തന്നെ. എന്നെ 3 തവണ കൂട്ടിയാൽ ഏറ്റവും വലിയ 4 അക്ക സംഖ്യ കിട്ടും. ഞാനാരാ? ഹായ്, ഇത് കൊള്ളാമല്ലോ, ഒരു കടങ്കഥ പോലെ. അപ്പൊ ആദ്യം നമ്മൾ ആലോചിക്കേണ്ടത് ഏതാണ് ഏറ്റവും വലിയ 4 അക്ക സംഖ്യ? അത് 9999 അല്ലേ? അതെ, 9999. ചോദ്യത്തിൽ പറയുന്നത് എന്താ? ഒരു സംഖ്യയെ 3 തവണ കൂട്ടിയപ്പോൾ 9999 കിട്ടി. ഒരേ സംഖ്യയെ 3 തവണ കൂട്ടുക എന്ന് പറഞ്ഞാൽ അതിനെ 3 കൊണ്ട് ഗുണിക്കുന്ന പോലെ തന്നെ. എക്സാക്ട്ലി. അപ്പൊ ഏതോ ഒരു സംഖ്യയെ 3 കൊണ്ട് ഗുണിച്ചാൽ 9999 കിട്ടും. ആ സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കും? 9999നെ 3 കൊണ്ട് ഹരിച്ചാൽ മതി. അതെ, 9999 ഭാഗം 3. ഓരോ അക്കവും 9 ആയതുകൊണ്ട് ഹരിക്കാൻ എളുപ്പം. 9ൽ 3 3 തവണ. അപ്പോ 3333. ശരിയാണ്, 3333. ഇനി ഉത്തരമൊന്ന് പരിശോധിച്ചാലോ? 4 അക്കങ്ങളും ഒന്നാണോ? അതെ. 3 തവണ കൂട്ടിയാൽ 9999 കിട്ടുമോ? 3333 പ്ലസ് 3333 പ്ലസ് 3333. അതും ശരിയാണ്. ഉത്തരം 3333. കണക്കൊരു മാജിക് പോലെ തോന്നുന്നു. ഇനി അടുത്തത് കുറച്ചുകൂടി ജീവിതവുമായി ബന്ധമുള്ളൊരു ചോദ്യം. ഓക്കെ. ജെറിയുടെ അച്ഛൻ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങി. 2650 രൂപയ്ക്കൊരു ഷെൽഫ്, പിന്നെ 1460 രൂപയ്ക്ക് ഒരു സ്റ്റഡി ടേബിൾ. കയ്യിൽ 3000 രൂപയുണ്ടായിരുന്നു, അത് കൊടുത്തു. ബാക്കി തുക ഗൂഗിൾ പേ ചെയ്തു. എത്ര രൂപ ഗൂഗിൾ പേ ചെയ്തു? ശരി, ഇത് നമ്മള് കടയിലൊക്കെ പോയാൽ കണക്ക് കൂട്ടുന്ന അതേ ലോജിക്ക് തന്നെ. ആദ്യം ആകെ എത്ര രൂപയായിന്ന് നോക്കണം. ഷെൽഫിന് 2650, ടേബിളിന് 1460. രണ്ടും കൂടി 0, 6 5 11, ശിഷ്ടം 1, 6 4 10 1 11, ശിഷ്ടം 1, 2 1 3 1 4. 4110 രൂപ. കറക്റ്റ്, 4110 രൂപയായി ആകെ. കയ്യിലുണ്ടായിരുന്ന 3000 രൂപ കൊടുത്തു. അപ്പോ ബാക്കി എത്ര കൊടുക്കണം? ആകെ വിലയായ 4110ൽ നിന്ന് കൊടുത്ത 3000 കുറയ്ക്കണം. 4110 മൈനസ് 3000. അതെ, 1110 രൂപ. അതെ, അപ്പോ 1210 രൂപയാണ് ഗൂഗിൾ പേ ചെയ്തത്. വളരെ ശരി. ഇനി പാറ്റേൺ കണ്ടുപിടിക്കുന്ന ഒരു കളി കളിച്ചാലോ? സംഖ്യകളിലെ ഒളിഞ്ഞിരിക്കുന്ന ക്രമം കണ്ടെത്തണം. പാറ്റേൺ ചോദ്യങ്ങൾ എപ്പോഴും രസകരമാണ്. ഇതാ ചോദ്യം. 8600, 8950, 9350, 9800. ഈ ക്രമത്തിൽ അടുത്ത 2 സംഖ്യകൾ ഏതാണ്? ശരി, പാറ്റേൺ ചോദ്യത്തിൽ ആദ്യം നോക്കേണ്ടത് സംഖ്യകൾ കൂടുകയാണോ
കുറയുകയാണോ എന്നാണ്. ഇവിടെ കൂടുകയാണ്. അതെ. അപ്പോ എത്ര വെച്ചാണ് കൂടുന്നതെന്ന് നോക്കാം. അതായത് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം. 8950 നിന്ന് 8600 കുറച്ചാൽ എത്ര കിട്ടും? 350. ഓക്കേ, അപ്പോ ആദ്യത്തെ സ്റ്റെപ്പ് 350 കൂടി. ഇനി അടുത്തത് നോക്കാം. 9350 നിന്ന് 8950 കുറച്ചാലോ? 9350 മൈനസ് 8950. 400. ഹായ്, അപ്പൊ വ്യത്യാസം മാറി. 350 ആയിരുന്നു, ഇപ്പൊ 400 ആയി. ഇനി അടുത്തത് നോക്കാം. 9800 നിന്ന് 9350 കുറച്ചാൽ 450. ആഹാ, ഇപ്പൊ നിങ്ങൾക്ക് ആ പാറ്റേൺ പിടികിട്ടിയില്ലേ? വ്യത്യാസങ്ങൾ നോക്കൂ. 350, 400, 450. ഓ, വ്യത്യാസം ഓരോ തവണയും 50 വെച്ച് കൂടുകയാണ്. അതെ, അതാണ് സൂത്രം. അപ്പൊ അടുത്ത വ്യത്യാസം എത്രയായിരിക്കും? 450നോട് 50 കൂട്ടണം, 500. അതിനടുത്ത വ്യത്യാസമോ 500നോട് 50 കൂട്ടണം, 550. വളരെ ശരി. ഇനി ആ സംഖ്യകൾ കണ്ടെത്താൻ എളുപ്പമല്ലേ? അവസാനത്തെ സംഖ്യ 8800നോട് അടുത്ത വ്യത്യാസമായ 500 കൂട്ടുക. 8800 പ്ലസ് 500 സമം 10300. ഇനി അടുത്ത സംഖ്യ കിട്ടാൻ ഈ 10300നോട് അടുത്ത വ്യത്യാസമായ 550 കൂട്ടണം. 10300 പ്ലസ് 550 സമം 10850. അപ്പോ ആ വിട്ടുപോയ സംഖ്യകൾ 10300ഉം 10850ഉമാണ്. പാറ്റേൺ കണ്ടെത്തുന്നത് ഒരു ഡിറ്റക്റ്റീവ് പണി പോലെയാണല്ലേ? ശരിക്കും സംഖ്യകളുടെ ഇടയിലെ രഹസ്യം കണ്ടുപിടിക്കുന്ന പോലെ. ഇപ്പോൾ ഈ വിശദീകരണങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ശ്രമങ്ങൾക്കൊരു ലൈക്ക് തരുന്നത് ഞങ്ങൾക്ക് വലിയ പ്രോത്സാഹനമാവും കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർക്കുമല്ലോ. ഓക്കേ, ഇനി നമുക്ക് പ്രീതയുടെ ഗെയിം പോയിന്റുകളുടെ കണക്ക് നോക്കാം. ഗിഫ്റ്റ് വൗച്ചറിന്റെ കാര്യം. അതെ, പ്രീതയ്ക്ക് ആദ്യ കളിയിൽ 3576 പോയിന്റ് കിട്ടി. രണ്ടാമത്തെ കളി 1485 പോയിന്റും. സമ്മാനം കിട്ടണമെങ്കിൽ ആകെ 5000 പോയിന്റിന് മുകളിൽ വേണം. അതെ, അപ്പോ പ്രീതയ്ക്ക് സമ്മാനം കിട്ടുമോ ഇല്ലയോന്നെങ്ങനെ അറിയും? ആകെ എത്ര പോയിന്റ് കിട്ടിയെന്ന് കൂട്ടിയാൽ മതി. 3576ഉം 1485ഉം. ശരി, കൂട്ടിക്കോളൂ. 6ഉം 5ഉം 11, ശിഷ്ടം 1. 7ഉം 8ഉം 15ഉം 1ഉം 16, ശിഷ്ടം 1. 5ഉം 4ഉം 9ഉം 1ഉം 10, ശിഷ്ടം 1. 3ഉം 1ഉം 4ഉം 1ഉം 5, 5061. ഇതയ്ക്ക് ഗിഫ്റ്റ് വൗച്ചർ ഉറപ്പ്. വളരെ ശരി. ഇനി ഹസീനയുടെ കയ്യിലെ കാർഡുകൾ. ഇത് മറ്റേ അബുവിന്റെ ചോദ്യം പോലെയാണോ? ഏകദേശം. നോക്കാം. ഹസീനയ്ക്ക് 3 സംഖ്യാ കാർഡുകൾ കിട്ടി. 3ലും ഒരേ 3 അക്ക സംഖ്യ. അതാണ് വ്യത്യാസം. ഓക്കേ, ഒരേ സംഖ്യ. ഈ 3 സംഖ്യകളും അതോടൊപ്പം ഒരു 100ഉം കൂടി കൂട്ടിയപ്പോൾ കിട്ടിയത് ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ. ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ 1000 അല്ലേ? അതെ, 1000. അപ്പോ 3 ഒരേപോലത്തെ സംഖ്യകളും 100ഉം കൂട്ടിയപ്പോൾ 1000 കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ 3 ഒരേപോലത്തെ സംഖ്യകൾ മാത്രം കൂട്ടിയാൽ എത്ര കിട്ടും? ആ 100 അങ്ങ് കുറച്ചാ പോരെ? മതി. 1000 മൈനസ് 100. 900. ശരി, അപ്പോ ഒരേപോലത്തെ 3 സംഖ്യകൾ കൂട്ടിയാൽ 900 കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ ഒരു സംഖ്യ ഏതായിരിക്കും? 900നെ 3 ഭാഗിക്കണം. 900 ഭാഗം 3 എത്രയാണ്? 300. അപ്പൊ ഹസീനയുടെ കയ്യിലുള്ള ഓരോ കാർഡിലെയും സംഖ്യ 300 ആണ്. ഇനി കടയിലെ ഒരു ഓഫർ നോക്കാം. ഡിസ്കൗണ്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണല്ലോ. അതെ. ഓഫർ ഇതാണ്. 10000 രൂപയ്ക്ക് മുകളിൽ സാധനം വാങ്ങിയാൽ 1000 രൂപ കിഴിവ്. ഒരാള് 6474 രൂപയുടെ ഒരു ഫ്രിഡ്ജും 3658 രൂപയുടെ ഒരു ഓവനും വാങ്ങി. അയാൾക്ക് ഡിസ്കൗണ്ട് കിട്ടുമോ? എത്ര രൂപ കൊടുക്കണം? ആദ്യം ഡിസ്കൗണ്ടിന് അർഹതയുണ്ടോ എന്ന് നോക്കണം. അതിന് ആകെ വാങ്ങിയ സാധനങ്ങളുടെ വില കാണണം. 6474ഉം 3658ഉം കൂട്ടണം. 8ഉം 4ഉം 12, ശിഷ്ടം 1. 7ഉം 5ഉം 12ഉം 1ഉം 13, ശിഷ്ടം 1. 4ഉം 6ഉം 10ഉം 1ഉം 11, ശിഷ്ടം 1. 6ഉം 3ഉം 9ഉം 1ഉം 10. 10132 രൂപ. 10132 രൂപ. ഓഫർ കിട്ടാൻ 10000 രൂപയ്ക്ക് മുകളിൽ വാങ്ങണം. ഇയാൾ വാങ്ങിയത് 10132 രൂപയ്ക്ക്. അപ്പൊ കിട്ടും, ഉറപ്പായും കിട്ടും. 1000 രൂപ കുറയും. അതെ. അപ്പൊ എത്ര രൂപ കൊടുക്കണം? ആകെ വിലയായ 10132 നിന്ന് ഡിസ്കൗണ്ടായ 1000 രൂപ കുറയ്ക്കണം.
10,132 മൈനസ് 1000 9,132 രൂപ. വളരെ ശരി. 9,132 രൂപ കൊടുത്താൽ മതി. അടുത്ത ചോദ്യം. ഏറ്റവും വലിയ നാലക്ക സംഖ്യയോട് എത്ര കൂട്ടിയാൽ ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യയുടെ ഇരട്ടി കിട്ടും? ഇത് കുറച്ച് കൺഫ്യൂഷൻ ആക്കുന്ന പോലെയുണ്ടല്ലോ. നമുക്ക് ഭാഗങ്ങളായിട്ട് നോക്കാം. ആദ്യം പറയൂ, ഏറ്റവും വലിയ നാലക്ക സംഖ്യ ഏതാണ്? 9999. ശരി. ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യയോ? 10,000. ഓക്കെ. ചോദ്യം ഇതാണ്, 10,999നോട് എത്ര കൂട്ടിയാൽ ഈ 10,000ന്റെ ഇരട്ടി കിട്ടും? 10,000ന്റെ ഇരട്ടി 20,000. അപ്പോൾ ചോദ്യം ഇങ്ങനെയായി, 9999നോട് എത്ര കൂട്ടിയാൽ 20,000 കിട്ടും? അതെ. അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 20,000ൽ നിന്ന് 9999 കുറയ്ക്കണം. കുറച്ചോളൂ. 20,000 മൈനസ് 9999. ഇത് 10,001 അല്ലേ? അതെ, 10,001. അപ്പോ 9,999നോട് 10,001 കൂട്ടിയാൽ 20,000 കിട്ടും. കൊള്ളാം. ഇനി വീണ്ടും ഒരു പാറ്റേൺ. ഇത് പക്ഷേ എളുപ്പമുള്ള ഒന്നാണെന്ന് തോന്നുന്നു. 7777 8888 9999. അടുത്ത രണ്ട് സംഖ്യകൾ ഏതൊക്കെ? ഇത് കാണുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടും അല്ലേ? എന്താണ് വ്യത്യാസം? 8,888 മൈനസ് 7,777. 1,111. 9,999 മൈനസ് 8,888. അതും 1,111. അപ്പോൾ വ്യത്യാസം എപ്പോഴും 1,111 തന്നെ. അതെ. അപ്പോ അടുത്ത സംഖ്യ കിട്ടാൻ 9,999നോട് 1,111 കൂട്ടണം. 9,999 പ്ലസ് 1,111. 11,110. ശരി. അതിനടുത്തതോ? 11,110നോട് വീണ്ടും 1,111 കൂട്ടണം. 12,221. കറക്റ്റ്. 11,110ഉം 12,221. ഇപ്പൊ കുറച്ചുകൂടി തല പുകയ്ക്കേണ്ട ഒരു ചോദ്യം വരുന്നുണ്ട്. ആവട്ടെ. ഒരു സംഖ്യയും അതേ സംഖ്യയുടെ പകുതിയും കൂടി കൂട്ടിയപ്പോ കിട്ടിയത് ഏറ്റവും വലിയ നാലക്ക സംഖ്യ, അതായത് 9,999. എങ്കിൽ കൂട്ടിയ ആ സംഖ്യയും അതിന്റെ പകുതിയും ഏതൊക്കെയാണ്? ഇത് രസമുണ്ട്. ഒരു സംഖ്യ പിന്നെ അതിന്റെ പകുതി. നമുക്ക് ആ സംഖ്യയെ 2 ഭാഗമായി സങ്കല്പിച്ചാലോ? അപ്പൊ അതിന്റെ പകുതി എത്ര ഭാഗമാവും? ഒരു ഭാഗം. അപ്പോ സംഖ്യയും 2 ഭാഗം, പകുതിയും 1 ഭാഗവും ചേർന്നാൽ ആകെ എത്ര ഭാഗമായി? 2 + 1 = 3 ഭാഗങ്ങൾ. ഈ 3 ഭാഗങ്ങൾ ചേർന്നതാണ് 9,999 എന്ന് ചോദ്യം പറയുന്നു. ഓ, അപ്പോ 9,999നെ 3 തുല്യഭാഗങ്ങളാക്കിയാൽ ഒരു ഭാഗം കിട്ടും. അതെ, 9,999ന് 3 കൊണ്ട് ഹരിക്കണം. നമ്മൾ നേരത്തെ ചെയ്തതാണല്ലോ ഇത്. 3,333. അതെ, ഈ 3,333 ആണ് ഒരു ഭാഗം, അതായത് സംഖ്യയുടെ പകുതി. അപ്പോ സംഖ്യ എത്രയായിരിക്കും? അത് 2 ഭാഗമാണല്ലോ. അപ്പോ 3,333ന്റെ ഇരട്ടി 3,333 × 2 6,666. കറക്റ്റ്. അപ്പോ കൂട്ടിയ സംഖ്യകൾ 6,666ഉം 3,333ഉമാണ്. രണ്ടും കൂടി കൂട്ടിയാൽ 9,999 കിട്ടുന്നുണ്ടോ? 6 ഉം 3ഉം 9. അതെ, 9,999 കിട്ടും. അപ്പോ ഉത്തരം ശരിയാണ്. ഇത് കൊള്ളാമല്ലോ. ഇതേ ലോജിക്കിൽ വേറൊരു ചോദ്യം. ഒരു സംഖ്യ, അതിന്റെ പകുതി, പിന്നെ സംഖ്യ ഏക്, ഇതെല്ലാം കൂടി കൂട്ടിയാൽ ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യ കിട്ടും, അതായത് 10,000. ഏതൊക്കെയാണ് കൂട്ടിയത്? ഇത് തൊട്ടുമുമ്പത്തെ ചോദ്യം പോലെ തന്നെ. സംഖ്യ പ്ലസ് പകുതി പ്ലസ് 1 = 10,000. ആ ഒന്നില്ലായിരുന്നെങ്കിൽ സംഖ്യയും പകുതിയും മാത്രം കൂട്ടിയാൽ 10,000 - 1 = 9,999 കിട്ടുമായിരുന്നു. അതെ, സംഖ്യയും പകുതിയും കൂട്ടിയാൽ 9,999 കിട്ടുന്നത് എപ്പോഴാണെന്ന് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതേ ഉള്ളൂ. സംഖ്യ 6,666ഉം പകുതി 3,333 ആകുമ്പോൾ. അപ്പോൾ ഈ ചോദ്യത്തിൽ കൂട്ടിയ സംഖ്യകൾ ഏതൊക്കെയാണ്? 6,666, പിന്നെ 3,333, അതോടൊപ്പം 1 കൂടി. ശരിയാണ്. 6,666 + 3,333 + 1 = 10,000. അതെ. അതെ. ഇപ്പോ സംഖ്യയും അതിന്റെ ഭാഗങ്ങളും തമ്മിലുള്ള ഈ കളി ഏകദേശം പിടികിട്ടി. ഇനി സംഖ്യകളുടെ വേറൊരു പ്രത്യേകത നോക്കാം. ഇരുവഴി സംഖ്യ. പാലിൻഡ്രോമിക് നമ്പർ. അതെ. താഴെ കൊടുത്ത ഓപ്ഷനുകളിൽ ഏതാണ് ഇരുവഴി സംഖ്യ? എ
6318, ബി 6326, സി 6336, ഡി 6363. ഇരുവഴി സംഖ്യ എന്ന് പറഞ്ഞാൽ മുന്നോട്ട് വായിച്ചാലും പിന്നോട്ട് വായിച്ചാലും ഒരുപോലെ ഇരിക്കണം. മലയാളം എന്ന വാക്കുപോലെ. ഓക്കെ. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. എ 6318 തിരിച്ചിട്ടാൽ 8136 അല്ല. ബി 6326 തിരിച്ചിട്ടാൽ 6236 അതുമല്ല. സി 6336 തിരിച്ചിട്ടാൽ 6336 തന്നെ. അപ്പോ ഇതാണ് ഇരുവഴി സംഖ്യ. ഡി കൂടി നോക്കാം. 6363 തിരിച്ചിട്ടാൽ 3636 അതുമല്ല. അപ്പോൾ ഉത്തരം സി 6336. അതെ. എന്നാൽ ഒരു സംഖ്യയെ തിരിച്ചിട്ട് ആ രണ്ടും കൂടി കൂട്ടിയാൽ എപ്പോഴും ഇരുവഴി സംഖ്യ കിട്ടുമോ? ഇല്ല. ചിലപ്പോ കിട്ടും, ചിലപ്പോ കിട്ടില്ല. ചിലപ്പോ ഒന്നിൽ കൂടുതൽ തവണ തിരിച്ചിട്ട് കൂട്ടുമ്പോഴായിരിക്കും കിട്ടുക. ഓക്കെ. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്. താഴെ കൊടുത്ത സംഖ്യകളിൽ ഏതിനെയാണ് അതിന്റെ തിരിച്ചിട്ട രൂപവുമായി കൂട്ടുമ്പോൾ ഒരു ഇരുവഴി സംഖ്യ കിട്ടാത്തത്? ഓപ്ഷനുകൾ: എ 3519, ബി 4123, സി 2321, ഡി 4002. ഇത് ഓരോന്നും ചെയ്തു നോക്കേണ്ടി വരും. ശരി. എ 3519 തിരിച്ചിട്ടാൽ 9153. രണ്ടും കൂടി കൂട്ടിയാൽ 3519 പ്ലസ് 9153 = 12672. ഇത് ഇരുവഴിയാണോ? തിരിച്ചിട്ടാൽ 27621 അല്ല. അപ്പോ ഒരുപക്ഷെ ഇതായിരിക്കാം ഉത്തരം. ബാക്കിയുള്ളവ കൂടി നോക്കാം. ബി 4123 തിരിച്ചിട്ടാൽ 3214 കൂട്ടിയാൽ 4123 പ്ലസ് 3214 = 7337. ഇത് ഇരുവഴിയാണ്. ശരിയാണ്. സി 2321 തിരിച്ചിട്ടാൽ 1232 കൂട്ടിയാൽ 2321 പ്ലസ് 1232 = 3553. ഇതും ഇരുവഴിയാണ്. ഡി 4002 തിരിച്ചിട്ടാൽ 2004 കൂട്ടിയാൽ 4002 പ്ലസ് 2004 = 6006. അതും ഇരുവഴിയാണ്. അപ്പോ ആദ്യത്തെ ഓപ്ഷൻ എ 3519 തന്നെയാണ് ഇരുവഴി സംഖ്യ കിട്ടാത്തത്. ഇനി ചില അടിസ്ഥാന കാര്യങ്ങൾ ഉറപ്പിക്കാനുള്ള ചോദ്യങ്ങൾ. 5 അക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? ഇത് എളുപ്പമാണ്. 1ഉം 4 പൂജ്യവും. 10000. ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയും ഏറ്റവും വലിയ 5 അക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര? ഏറ്റവും വലിയ 5 അക്ക സംഖ്യ 99,999. ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ 1000. വ്യത്യാസം കാണാൻ കുറയ്ക്കണം. 99,999 1000. സംഖ്യകൾ കൂടുകയാണ്. വ്യത്യാസം നോക്കാം. 2546 മൈനസ് 1635. 6ൽ 5 പോയാൽ 1, 4ൽ 3 പോയാൽ 1, 5ൽ 6 പോവില്ല, 15ൽ 6 പോയാൽ 9, 911. ഓക്കെ, അടുത്തത് നോക്കാം. 3457 മൈനസ് 2546. 7ൽ 6 പോയാൽ 1, 5ൽ 4 പോയാൽ 1, 4ൽ 5 പോകില്ല, 14ൽ 5 പോയാൽ 9, അതും 911. അപ്പൊ വ്യത്യാസം സ്ഥിരമാണ്, 911. അതെ. 4368 മൈനസ് 3457 ചെയ്താലും 911 തന്നെ കിട്ടും. അപ്പോ അടുത്ത സംഖ്യ കിട്ടാൻ 4368നോട് 911 കൂട്ടിയാൽ മതി. 4368 പ്ലസ് 911, 8ഉം 1ഉം 9, 6ഉം 1ഉം 7, 3ഉം 9ഉം 12, ശിഷ്ടം 1, 4ഉം 1ഉം 5, 5279. കറക്റ്റ്, 5279. ഇനി തുടർച്ചയായ സംഖ്യകളുടെ തുകയുമായി ബന്ധപ്പെട്ട വേറൊരു ചോദ്യം. തുക 30 വരത്തക്ക വിധം തുടർച്ചയായ 3 സംഖ്യകളേവ? ഇതിന്റെ സൂത്രം നമ്മൾ നേരത്തെ പറഞ്ഞു. തുടർച്ചയായ 3 സംഖ്യകളുടെ തുക തന്നാൽ നടുവിലെ സംഖ്യ കിട്ടാൻ എന്ത് ചെയ്യണം? 30/3 = 10. അപ്പം നടുവിലെ സംഖ്യ 10. അതെ. അപ്പോ 3 സംഖ്യകൾ ഏതൊക്കെ? നടുവിൽ 10.
അപ്പൊ തൊട്ട് മുൻപ് 9, തൊട്ടടുത്ത് 11. സംഖ്യകൾ 9, 10, 11. ശരിയാണ്. 9 + 10 + 11 30. എങ്കിൽ തുടർച്ചയായ 3 സംഖ്യകളുടെ തുക 279 ആയാൽ അതിൽ ചെറിയ സംഖ്യ ഏതാണ്? ഇതേ രീതി. നടുവിലെ സംഖ്യ കിട്ടാൻ 279നെ 3 കൊണ്ട് ഹരിക്കുക. 279 ഭാഗം 3, 93. അപ്പോ നടുവിലെ സംഖ്യ 93, സംഖ്യകൾ 92, 93, 94. ഇതിലേറ്റവും ചെറിയ സംഖ്യ 92. അതെ. ഈ സൂത്രങ്ങളൊക്കെ ഓർത്തുവെച്ചാൽ പരീക്ഷയ്ക്ക് സമയം ലാഭിക്കാം അല്ലേ? തീർച്ചയായും. പ്രാക്ടീസ് ചെയ്താൽ മതി. ഇനിയും ഇതുപോലുള്ള ചോദ്യങ്ങൾ സംഖ്യകൾ മാറ്റിയിട്ട് നിങ്ങൾ സ്വന്തമായി ചെയ്തു നോക്കണം കേട്ടോ. നിങ്ങളുടെ ഉത്തരങ്ങളും സംശയങ്ങളും കമന്റായി അറിയിക്കണേ. ശരി. അടുത്ത ചോദ്യം നോക്കാം. ഒരു പരീക്ഷാ കേന്ദ്രത്തിലെ 21ാമത്തെ വിദ്യാർത്ഥിയുടെ റോൾ നമ്പർ 2479 ആണ്. എങ്കിൽ 1ാമത്തെ വിദ്യാർത്ഥിയുടെ റോൾ നമ്പർ എത്രയായിരിക്കും? സാധാരണ റോൾ നമ്പർ തുടർച്ചയായിട്ടാണ് വരാറ്. 21ാമത്തെ ആളുടെ നമ്പർ 2479. 1ാമത്തെ ആളെയാണ് കണ്ടുപിടിക്കേണ്ടത്. 21ാമത്തെ ആളും 1ാമത്തെ ആളും തമ്മിൽ എത്ര പേരുടെ വ്യത്യാസമുണ്ട്? 21 - 1 = 20 പേരുടെ വ്യത്യാസം. അതെ. അപ്പോൾ റോൾ നമ്പറുകൾ തുടർച്ചയായതുകൊണ്ട് 1ാമത്തെ ആളുടെ റോൾ നമ്പർ 21ാമത്തെ ആളുടെ റോൾ നമ്പറിനേക്കാൾ 20 കുറവായിരിക്കില്ലേ? ശരിയാണ്. അപ്പോ 2479ൽ നിന്ന് 20 കുറക്കണം. എത്ര കിട്ടും? 2459. അതെ. 1ാമത്തെ വിദ്യാർത്ഥിയുടെ റോൾ നമ്പർ 2459. ഇനി ചെടി നടന്നൊരു കണക്ക്. ഒരു വരിയിൽ 30 സെന്റിമീറ്റർ അകലത്തിൽ 11 ചെടികൾ നട്ടു. 1ാമത്തെ ചെടിയും 11ാമത്തെ ചെടിയും തമ്മിലുള്ള ആകെ അകലം എത്രയാണ്? ഇത് സൂക്ഷിച്ച് ചെയ്യേണ്ട ചോദ്യമാണ്. 11 ചെടികളുണ്ടെങ്കിൽ അവയ്ക്കിടയിൽ എത്ര ഇടവേളകൾ അഥവാ അകലങ്ങൾ ഉണ്ടാകും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 11 ചെടിയാണെങ്കിൽ 11 - 1 = 10 ഇടവേളകൾ. അതെ. ഓരോ ഇടവേളയും 30 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 10 ഇടവേളകൾ ചേർന്നാൽ ആകെ അകലം 10 × 30 = 300 സെന്റിമീറ്റർ. 300 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ്? 100 സെന്റിമീറ്റർ ആണ് 1 മീറ്റർ. അപ്പോൾ 300 സെന്റിമീറ്റർ 3 മീറ്റർ. ശരിയാണ്. ഉത്തരം 3 മീറ്റർ. ഇനി ഒരു കാർ നമ്പർ പസിൽ. ഒരു കാറിന്റെ നമ്പർ തുടർച്ചയായ 4 അക്കങ്ങളാണ്. രസമെന്താണെന്ന് വെച്ചാൽ ആദ്യത്തെയും അവസാനത്തെയും അക്കങ്ങൾ കൂട്ടിയാൽ 9 കിട്ടും. ഏതാണ് നമ്പർ? തുടർച്ചയായ 4 അക്കങ്ങൾ. ആദ്യത്തെയും അവസാനത്തെയും തുക 9. നമുക്ക് ഊഹിച്ചു നോക്കാം. 1, 2, 3, 4. ആദ്യത്തെയും അവസാനത്തെയും തുക 1 + 4 = 5 അല്ല. 2, 3, 4, 5. തുക 2 + 5 = 7. അതുമല്ല. 3, 4, 5, 6. തുക 3 + 6 = 9. കിട്ടിപ്പോയി. അതെ. അപ്പോൾ നമ്പർ 3, 4, 5, 6. കൊള്ളാം. അടുത്തത് ഒറ്റ ഇരട്ട സംഖ്യകളെക്കുറിച്ചുള്ള ഒരു ചോദ്യം. ശ്രദ്ധിക്കണം. തുടർച്ചയായ 3 മൂന്നക്ക സംഖ്യകളുടെ തുക ഒരു ഒറ്റ സംഖ്യയാണ്. തുക ഒറ്റ സംഖ്യ. എങ്കിൽ താഴെ കൊടുത്തവയിൽ ഏതായിരിക്കും ആ 3 സംഖ്യകളിൽ ആദ്യത്തെ സംഖ്യ? ഓപ്ഷനുകൾ 359, 465, 340, 555. ഓക്കെ. തുടർച്ചയായ 3 സംഖ്യകൾ എടുത്താൽ അത് ഒന്നുകിൽ ഒറ്റ ഇരട്ട ഒറ്റ എന്ന ക്രമത്തിലാകാം, അല്ലെങ്കിൽ ഇരട്ട ഒറ്റ ഇരട്ട എന്ന ക്രമത്തിലാവാം. ആദ്യത്തെ കേസിൽ ഒറ്റ ഇരട്ട ഒറ്റ. തുക എന്തായിരിക്കും? ഒറ്റ പ്ലസ് ഇരട്ട പ്ലസ് ഒറ്റ സമം ഇരട്ട പ്ലസ് ഒറ്റ സമം ഒറ്റ. ആഹാ. രണ്ടാമത്തെ കേസിലെ ഇരട്ട ഒറ്റ ഇരട്ട തുകയോ? ഇരട്ട പ്ലസ് ഒറ്റ പ്ലസ് ഇരട്ട സമം ഒറ്റ പ്ലസ് ഇരട്ട സമം ഒറ്റ. ശെടാ, അപ്പോ 2 രീതിയിലായാലും തുക ഒറ്റയാണല്ലോ കിട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതിൽ തെറ്റുപറ്റിയോ? ഒരു മിനിറ്റ്. നമുക്ക് ഉദാഹരണം നോക്കാം. 1, 2, 3. തുക 6. ഇരട്ട. ഇതൊറ്റ ഇരട്ട ഒറ്റയല്ല. 2, 3, 4. തുക 9. ഒറ്റ. ഇത് ഇരട്ട ഒറ്റ ഇരട്ട. അപ്പോൾ ഞാൻ പറഞ്ഞത് മാറിപ്പോയി. ഇരട്ട ഒറ്റ ഇരട്ട എന്ന ക്രമത്തിൽ വന്നാലാണ് തുക ഒറ്റയാകുന്നത്. അതെ. ചോദ്യത്തിൽ തുക ഒറ്റയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സംഖ്യകൾ ഇരട്ട ഒറ്റ ഇരട്ട എന്ന ക്രമത്തിലാണ്. അതിന്റെ അർത്ഥം ആദ്യത്തെ സംഖ്യ എന്തായിരിക്കണം? ഒരു ഇരട്ട സംഖ്യ ആയിരിക്കണം. അതെ. ഇനി ഓപ്ഷനുകളിലേക്ക് നോക്കൂ. 359, 465, 340, 555.
ഇതിൽ ഏതാണ് ഇരട്ടസംഖ്യ? 340 മാത്രം. അപ്പോൾ ഉത്തരം 340. നമുക്ക് ഉറപ്പിക്കാൻ നോക്കാം. സംഖ്യകൾ 340, 341, 342. തുക 340 പ്ലസ് 341 പ്ലസ് 342 സമം 1023. ഇതൊറ്റ സംഖ്യ തന്നെയല്ലേ? അതെ. അപ്പോൾ ഉത്തരം 340. എന്നാൽ അടുത്ത ചോദ്യം. തുടർച്ചയായ 3 നാലക്ക സംഖ്യകളുടെ തുക താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷനുകൾ 9998, 9997, 9996, 9995. ഇതിനെന്താ സൂത്രം? തുടർച്ചയായ 3 സംഖ്യകളുടെ തുകയെ എപ്പോഴും 3 കൊണ്ട് നിശ്ശേഷം ഹരിക്കാൻ പറ്റും. ഓ, അപ്പോൾ ഈ ഓപ്ഷനുകളിൽ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഏതാണെന്ന് നോക്കിയാൽ മതി. അതെ, 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് നോക്കാൻ അക്കങ്ങളുടെ തുകയെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കിയാൽ മതിയല്ലോ. 9998. 9 പ്ലസ് 9 പ്ലസ് 9 പ്ലസ് 8 ഈക്വൽ ടു 35. പറ്റില്ല. 9997. 9 പ്ലസ് 9 പ്ലസ് 9 പ്ലസ് 7 ഈക്വൽ ടു 34. പറ്റില്ല. 9996. 9 പ്ലസ് 9 പ്ലസ് 9 പ്ലസ് 6 ഈക്വൽ ടു 33. പറ്റും. 9995. 9 പ്ലസ് 9 പ്ലസ് 9 പ്ലസ് 5 ഈക്വൽ ടു 32. പറ്റില്ല. അപ്പോ ഏതാണ് ഉത്തരം? 9996. ശരിയാണ്. ആ സംഖ്യകൾ 3331, 3332, 3333 ആണ്. തുക 9996. ഇനി സ്ഥലവില വെച്ചുള്ള കണക്ക് വീണ്ടും. 52 100ഉം 68 1ഉം ചേർന്ന സംഖ്യ. പിന്നെ 352 10 എന്ന സംഖ്യ. ഈ രണ്ട് സംഖ്യകളുടെയും തുക എന്താണ്? ആദ്യത്തെ സംഖ്യ 52 100 എന്ന് പറഞ്ഞാൽ 52 ഗുണം 100 സമം 5200. 68 1 എന്നാൽ 68 ഗുണം 1 സമം 68. ഇവ ചേർന്നാൽ 5200 പ്ലസ് 68 സമം 5268. ഓക്കെ. രണ്ടാമത്തെ സംഖ്യ 352. 10. അതായത് 352 10 സമം 3520. ഇനി ഇവയുടെ തുക കാണണം. 5268 പ്ലസ് 3520. 8 0 8, 6 2 8, 2 5 7, 5 3 8. 8788. അതെ, 8788. ഏറ്റവും വലിയ നാലക്ക ഒറ്റസംഖ്യയുടെയും ഏറ്റവും വലിയ നാലക്ക ഇരട്ടസംഖ്യയുടെയും തുകയെന്ത്? ഏറ്റവും വലിയ നാലക്ക സംഖ്യ 9999. അതിന്റെ തൊട്ടു മുമ്പുള്ള ഇരട്ട സംഖ്യ 9998. അപ്പോൾ ഏറ്റവും വലിയ നാലക്ക ഒറ്റസംഖ്യ 9999ഉം ഏറ്റവും വലിയ നാലക്ക ഇരട്ട സംഖ്യ 9998ഉമാണ്. ഇവയുടെ തുക 9999 പ്ലസ് 9998. 9ഉം 8ഉം 17, ശിഷ്ടം 1, 9ഉം 9ഉം 18ഉം 1ഉം 19, ശിഷ്ടം 1, വീണ്ടും 19, ശിഷ്ടം 1, വീണ്ടും 19. 19997. 19997. ശരിയാണ്. ഇനി വിട്ടുപോയ സംഖ്യകൾ പൂരിപ്പിക്കാനുള്ള ഒരു പാറ്റേൺ. 2250, 2500, 2800, 3550, വ്യത്യാസം നോക്കാം. 2500 മൈനസ് 2250 ഈസ് ഈക്വൽ ടു 250. 2800 മൈനസ് 2500 ഈസ് ഈക്വൽ ടു 300. വ്യത്യാസം 50 വെച്ച് കൂടുന്നു. 250, 300. അപ്പോൾ അടുത്ത വ്യത്യാസം 350 ആയിരിക്കും. ശരി. അപ്പോൾ 2800നോട് 350 കൂട്ടണം. 2800 പ്ലസ് 350 ഈക്വൽ ടു 3150. ഇതാണ് ആദ്യത്തെ വിട്ടുപോയ സംഖ്യ. ഇനി അടുത്ത വ്യത്യാസം 350 പ്ലസ് 50 ഈക്വൽ ടു 400 ആകണം. ഈ 3150നോട് 400 കൂട്ടിയാൽ അടുത്ത സംഖ്യ കിട്ടണം. 3150 പ്ലസ് 400 ഈക്വൽ ടു 3550. അത് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തത് ശരിയാണ്. അതെ. ഇനി അടുത്ത വ്യത്യാസം 400 പ്ലസ് 50 ഈക്വൽ ടു 450. അപ്പോൾ രണ്ടാമത്തെ വിട്ടുപോയ സംഖ്യ കിട്ടാൻ 3550നോട് 450 കൂട്ടണം. 3550 പ്ലസ് 450 ഈക്വൽ ടു 4000. അപ്പോൾ പാറ്റേൺ 2250, 2500, 2800, 3150, 3550, 4000.
ഇനി കണക്ക് ചെയ്യുമ്പോൾ പറ്റിയൊരു തെറ്റ് തിരുത്തുന്ന ചോദ്യം. ഒരു കുട്ടി ഒരു സംഖ്യയോട് 3069 കൂട്ടുന്നതിന് പകരം തെറ്റി 369 കൂട്ടിയത്. ഓഹോ. അപ്പോ ഉത്തരമായിട്ട് 7296 കിട്ടി. എങ്കിൽ ശരിക്കും കിട്ടേണ്ടിയിരുന്ന ഉത്തരം എത്രയായിരുന്നു? കുട്ടി കൂട്ടിയ സംഖ്യ കുറഞ്ഞുപോയി. ശരിക്കും കൂട്ടേണ്ടിയിരുന്നത് 3069, പക്ഷെ കൂട്ടിയത് 369. എത്രയാണ് കുറഞ്ഞത്? വ്യത്യാസം കാണണം. 3069 മൈനസ് 369 ഈക്വൽ ടു 2700. അതെ, 2700 കുറച്ചാണ് കുട്ടി കൂട്ടിയത്. അതുകൊണ്ട് കിട്ടിയ ഉത്തരം ശരിയായ ഉത്തരത്തേക്കാൾ 2700 കുറവായിരിക്കും. അപ്പോ ശരിയായ ഉത്തരം കിട്ടാൻ ഈ കിട്ടിയ ഉത്തരമായ 7296നോട് ആ കുറഞ്ഞുപോയ 2700 കൂട്ടിയാൽ മതി. മതി. 7296 പ്ലസ് 2700 ഈക്വൽ ടു 9996. 9996 ശരിയായ ഉത്തരം. അതെ. ഏറ്റവും വലിയ 4 അക്ക സംഖ്യയോട് ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ ചേർന്നാൽ എത്ര? ഏറ്റവും വലിയ 4 അക്ക സംഖ്യ 9999. ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ 100. കൂട്ടിയാൽ 9999 പ്ലസ് 100 ഈക്വൽ ടു 10099. അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇത് കുറച്ച് ചിന്തിക്കണമെന്ന് തോന്നുന്നു. നോക്കാം. ഒരു പപ്പായയുടെ വില 14 രൂപ, ഒരു ആപ്പിളിന്റെ വില 12 രൂപ. ഒരാൾ പപ്പായയും ആപ്പിളും വാങ്ങി ആകെ 92 രൂപ കൊടുത്തു. ചോദ്യം: അയാൾ എത്ര ആപ്പിളുകൾ വാങ്ങി? ഇത് നമുക്ക് ട്രയൽ ആൻഡ് എറർ രീതിയിൽ നോക്കാം. അതായത് ഓരോ സാധ്യതയും പരിശോധിച്ചു നോക്കാം. എത്ര പപ്പായ വാങ്ങി എന്നൂഹിച്ചിട്ട് ബാക്കി തുകയ്ക്ക് ആപ്പിൾ കിട്ടുമോ എന്ന് നോക്കാം. ശരി, ഒരു പപ്പായ വാങ്ങിയെന്നിരിക്കട്ടെ, 14 രൂപ. ബാക്കി എത്ര രൂപയുണ്ട്? 92 മൈനസ് 14 ഈക്വൽ ടു 78 രൂപ. 78 രൂപയ്ക്ക് 12 രൂപയുടെ എത്ര ആപ്പിൾ വാങ്ങാം? 78നെ 12 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 12 6 72, 12 7 84. പറ്റില്ല. ഓക്കെ, അപ്പോ ഒരു പപ്പായയല്ല, 2 പപ്പായയോ? 2 ഗുണം 14 28 രൂപ. ബാക്കി 92 മൈനസ് 28 64 രൂപ. 64നെ 12 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 12 5 60, 12 6 72. ഇല്ല. 3 പപ്പായ, 3 ഗുണം 14 42 രൂപ. ബാക്കി 92 മൈനസ് 42 50 രൂപ. 50നെ 12 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 12 4 48, 12 5 60. അതും പറ്റില്ല. 4 പപ്പായ, 4 ഗുണം 14 56 രൂപ. ബാക്കി 92 മൈനസ് 56 36 രൂപ. 36 രൂപയ്ക്ക് 12 രൂപയുടെ ആപ്പിൾ വാങ്ങാമോ? 36നെ 12 കൊണ്ട് ഹരിക്കാമോ? 12 3 36 പറ്റും. 3 ആപ്പിൾ വാങ്ങാം. അപ്പൊ ശരിയായി. 4 പപ്പായയും 3 ആപ്പിളും വാങ്ങിയാൽ ആകെ വില 92 രൂപ. ചോദ്യം എത്ര ആപ്പിൾ വാങ്ങിയെന്നായിരുന്നു. അപ്പോൾ ഉത്തരം 3. അതെ, 3 ആപ്പിളുകൾ. അപ്പോൾ നമ്മൾ കുറേയധികം ഗണിത പ്രശ്നങ്ങളും അവയുടെ ഉത്തരങ്ങളും ചില എളുപ്പവഴികളും സൂത്രങ്ങളും ഒക്കെ ചർച്ച ചെയ്തു. അതെ, സങ്കലനം, വ്യവകലനം, ഗുണനം, ഹരണം, പാറ്റേണുകൾ, സംഖ്യാകടങ്കഥകൾ, ഇരുവഴി സംഖ്യകൾ, അങ്ങനെ പലതും. കണക്കിലെ സൂത്രങ്ങൾ മനസ്സിലാക്കിയാൽ കണക്ക് വളരെ എളുപ്പവും രസകരവുമാണ്. ഓരോ ചോദ്യത്തിനും ഉത്തരം കണ്ടെത്താൻ അതിൻ്റേതായ വഴികളുണ്ട്. അത് കണ്ടെത്തുകയാണ് പ്രധാനം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ഇതുപോലെയുള്ള കൂടുതൽ ചോദ്യങ്ങൾ സംഖ്യകൾ മാറ്റി സ്വയം ചെയ്തു നോക്കുക. പ്രാക്ടീസ്, അതാണ് പ്രധാനം. നിങ്ങളുടെ സംശയങ്ങളും പുതിയ കണ്ടെത്തലുകളുമൊക്കെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മടിക്കരുത് കേട്ടോ. കൂടുതൽ പഠിക്കാനും പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. കണക്കൊരു ഭീകരനല്ല, ഒരു നല്ല കൂട്ടുകാരനാണ്. ഈ ചർച്ച നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി. നന്ദി.